മമ്മൂട്ടി വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തെരഞ്ഞു പിടിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും മുമ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വ്യത്യസ്ത നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അതിക്രൂരനായ വില്ലൻ എന്ന രീതിയിലേക്കാണ് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും പുതിയ ഒരു സിനിമ വരുന്നു. മമ്മൂട്ടിയെ കണ്ടാൽ അടിച്ചു കൊല്ലാനുള്ള ഗൗരവത്തോടെ അത്രയും ക്രൂരനായൊരു കഥാപാത്രത്തെ, ആ കഥാപാത്രവും സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കുറച്ചു കാലം മുമ്പ് അസുഖമാണുള്ള വിവാദത്തിലായിരുന്നു, വാർത്തകളാണ്. ആ വാർത്തകൾ കഴിഞ്ഞ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സിനിമയെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കളങ്കാവൽ. അതെന്തൊട്ട് സാധനമാണത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതൊരു നമ്മുടെ തിറയാട്ടം പോലെയുള്ള, തെയ്യം പോലെയുള്ള ആചാരാനുഷ്ഠാനമുള്ള ഒരു കലയാണെന്ന് തെക്കൻ കേരളത്തിൽ. അപ്പോൾ അതിൽ ഈ കളങ്കാവൽ എന്നുള്ള പേരിട്ടപ്പോൾ തന്നെ ഈ പറഞ്ഞു കേൾക്കുന്നത് കണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇന്നേ വരെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ക്രൂരനായ ഒരു കഥാപാത്രത്തെ ആരും അവതരിപ്പിച്ചിട്ടില്ല. ഒപ്പം പറഞ്ഞു കേൾക്കുന്നത് നടന്ന സംഭവമാണ്. സൈനൈഡ് മോഹൻ 21 സ്ത്രീകളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് സൈനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഉപജീവിച്ചിട്ടുള്ളൊരു സംഭവമാണ് കളങ്കാവൽ എന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒന്നൊന്നരാന്നല്ല പറയേണ്ടത്, ഏറ്റവും വലിയൊരു കഥാപാത്രം തന്നെയാണ്. സ്ത്രീകളൊക്കെ പേടിച്ച് വരണ്ടു പോകുന്ന ഒരു സംഭവം. മമ്മൂട്ടിയെ കാണുമ്പോൾ ഓട്ടോഗ്രാഫുമായി വന്ന സ്ത്രീകളടക്കമുള്ള നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ വെറുക്കുമെന്നും ഓടിക്കളയുമെന്നും ഒരു പറഞ്ഞു കേൾക്കുന്നു. ഇതൊക്കെ ശരിയാണോ? ഇതിലെത്ര സത്യമുണ്ട് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എന്താ പറയുക? ഇത് സിനിമയാണ്. സിനിമയെ നിങ്ങൾ സിനിമയായി തന്നെ കാണണ്ടേ? പിന്നെ ഇത് സൈനൈഡ് മോഹൻ്റെ എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിനെ ഉപജീവിച്ചുകൊണ്ട് പല സിനിമകളുണ്ടായിട്ടുണ്ട്, നാടകങ്ങളുണ്ടായിട്ടുണ്ട്, നോവലുകളുണ്ടായിട്ടുണ്ട്. എടുത്തു നോക്കുക. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ആട്ടോ ശങ്കറെക്കുറിച്ച് ഇതുമായി സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാലത്ത് ഓട്ടോ ശങ്കർ, അതിൻ്റെ അതേ ഓട്ടോ ശങ്കർ എന്ന പേരിൽ തന്നെ തമിഴ് സിനിമയിൽ വന്നിട്ടുണ്ട്. ഇത് പലരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഷയം തന്നെ രഹാത്ത് എന്നാണ് ആ വെബ് സീരീസിൻ്റെ പേര്. സോനാക്ഷി സിന്നെയാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അതൊരു 8 എപ്പിസോഡുകളാണെന്ന്, അത് അതിഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വെബ് സീരീസ് ആയിട്ടും മറ്റു ഭാഷ സിനിമയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അത് വേറെ ഒക്കെ രീതിയിലായിരിക്കും. അപ്പോൾ മമ്മൂട്ടിയെ നിങ്ങളിങ്ങനെ വെറുക്കുമെന്നും കുറ്റപ്പെടുത്തും പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ സതയം എന്നുള്ളൊരു സിനിമ വന്നിട്ടുണ്ട്. നമ്മുടെ MT സാർ എഴുതിയ തിരക്കഥ. സിബി മലയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മോഹൻലാലാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിക്രൂരമായി സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന കഥാപാത്രം. അതിൽ പൈശാചികത നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിമനോഹരമായിട്ട് ആ സിനിമ എടുത്ത് ഈ ക്രൂരതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു സാമ്പത്തിക വിജയമായി ആ സിനിമ മാറിയില്ല. മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനോട് നമുക്ക് വെറുപ്പ് തോന്നുമെങ്കിലും ആ കഥാപാത്രം ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഇതായിരുന്നു. ലക്ഷ്യം എന്തായാലും ശരി, ഇത്തരം ഒരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഫാൻസുകാരും ആരാധകരും പിന്നീട് പറയുകയുണ്ടായി. ഇങ്ങനെ ഇതിൻ്റെ കഥ പഠിച്ചിട്ടാണെന്ന് പറഞ്ഞില്ല, വേറെ മുഖം, നമ്മുടെ പ്രശസ്ത സംവിധായകൻ മുഖം എന്നുള്ള പേരിലൊരു സിനിമ ചെയ്തുകൊണ്ട് അതിൽ മോഹൻലാലാണ് നായകൻ. മോഹൻലാൽ വല്ല ഉയർന്ന പോലീസ് ഓഫീസറായിട്ടാണ് അവതരിപ്പിച്ചത്. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന സംഭവമാണത്. കൊലപ്പെടുത്തിയിട്ട് അതിൻ്റെ കുറ്റവാളികളെ തെരഞ്ഞു പോവുകയാണ്. പ്രേക്ഷകർക്ക് പല സംശയങ്ങളും തോന്നും. അവസാനം ഇതിൻ്റെ റിയൽ പ്രതിയിലേക്ക് എത്തുന്നത് മോഹൻലാലിനേക്കാൾ ഉന്നതനായ പോലീസ് ഓഫീസറിലാണ് ചെന്ന്, അയാളാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് വേറെ വെറുപ്പോ ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഈ കളങ്കാവലിനെ കുറിച്ച്, മമ്മൂട്ടിയുടെ കളങ്കാവലിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. നമ്മളൊരു കാര്യം ആലോചിക്കും, മമ്മൂട്ടി അത്രയും മണ്ടനാണോ?
തനിക്ക് ഇന്നുള്ള പേരും പ്രശസ്തിയും ആരാധകരും കുടുംബ പ്രേക്ഷകരെയൊക്കെ ഉപേക്ഷിച്ച് വെറുപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ മമ്മൂട്ടി ചെയ്യുമോ? ഇല്ല. പിന്നെന്താ, നമുക്കതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ഒരു രഹസ്യം പുറത്തുമില്ല. കാരണം ഒന്ന് മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനി ശ്രമിക്കുന്ന സിനിമ ഒരു ഈച്ച പോലും പറന്നു പോകാതെ അത്ര രഹസ്യം അവർ സൂക്ഷിക്കാറുണ്ട്. അവരുടെ കമ്പനി അങ്ങനെയാണ്. പിന്നെ നമ്മളൊക്കെ വല്ലപ്പോഴും ഇതിൻ്റെ ചില കാര്യങ്ങൾ അറിയുന്നത് വിതരണക്കാരും മറ്റൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ്. പക്ഷെ ഇവിടെ അതിനും പറ്റില്ല. കാരണം മമ്മൂട്ടിയുടെ മകൻ ആണ് ഇതിൻ്റെ വിതരണ കമ്പനിയുടെയാണ് ഈ സിനിമ വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ രഹസ്യങ്ങളിൽ ഒരു കാര്യം തുറന്നു പോവില്ല. ഇതിങ്ങനെയൊക്കെ പുറത്തുനിന്ന് നമ്മൾ പലരും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിന് ഇതിൻ്റെ 2ാമത്തെ പോസ്റ്റ് പുറത്ത് വിട്ടു. മമ്മൂട്ടിയുടെ പഴം കണ്ടല്ലോ. ഇങ്ങനെ ചില കാര്യങ്ങൾ കുറേശ്ശെ ആയിട്ട് പുറത്ത് വിട്ട് അവസാനം നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വിനായകൻ എന്നുള്ള നടനുണ്ട്. ഇതിൽ നല്ല റോളാണ്. കേട്ടിടത്തോളം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സൈനൈഡ് മോഹൻ്റെ നമുക്ക് അങ്ങനെ വിചാരിക്കാപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു പോവുക. സൈനൈഡ് മോഹൻ്റെ കഥാപാത്രമാണ് വേറൊരു രീതിയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെങ്കിൽ 21 സ്ത്രീകളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ സൈനൈഡ് കൊടുത്ത് കൊല്ലും. അപ്പോൾ സൈനൈഡ് ഇങ്ങനെ കൈ നീട്ടി വാങ്ങി കഴിക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെയല്ലല്ലോ. ഇത് വളരെ കേട്ടിടത്തോളം വളരെ ബുദ്ധിപരമായി തന്ത്രമായി ഓരോ ഇൻസിഡൻറ്റ് സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാകുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ലേ? ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ച മറ്റ് വില്ലൻ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കെന്താ അത് അരോചകമായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷെ ഇങ്ങനെ പബ്ലിസിറ്റിയിൽ ഇങ്ങനെ വരും. പബ്ലിസിറ്റി ഇങ്ങനെ വരുമ്പോൾ ക്രൂരമായിട്ട് കൊന്നപ്പോൾ നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെ ഗർഭിണികളെ കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, അങ്ങനെ ചെയ്യല. അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഈ മമ്മൂട്ടിയുടെ നമുക്ക് ആകെ സന്തോഷം എന്താ, ഇതാണ് യഥാർത്ഥ കഥയെങ്കിൽ 21 നടികളുമായിട്ടുള്ള പ്രണയം മമ്മൂട്ടിയുടെ. അതും വ്യത്യസ്ത പ്രണയങ്ങളാണ്. പാവപ്പെട്ട വീട്ടിലത്തെ സ്ത്രീകളെയാണ് സുന്ദരികളായ സ്ത്രീകളെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്കുള്ള ഫ്രെയിം ബ്യൂട്ടി ഉണ്ടെന്ന് ആലോചിക്കണം. മമ്മൂട്ടി ഇതുവരെ മലയാള സിനിമ ചെയ്യാത്ത ഒന്നാമത് മമ്മൂട്ടിക്ക് പ്രണയരംഗം കൊടുത്താലും മമ്മൂട്ടിക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള മമ്മൂട്ടിയാണ് 21 സ്ത്രീകളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവസാനം അന്ത്യത്തിലേക്ക് എത്തുന്നത്. ഇതാണ് പറയുന്നത്. പിന്നെ പ്രതിയെ കണ്ടെത്തുന്നതൊക്കെയാണ് കഥ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കേട്ട കഥ ആണത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കമ്പനി ഉണ്ടാക്കുന്ന കഥ. പക്ഷെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് അറിയാം. ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ആദ്യമായിട്ട് ജിതിൻ കെ ജോസാണത്. ജിതിൻ കെ ജോസ് ആരാണത്? മമ്മൂട്ടിയുടെ മകൻ്റെ കുറുപ്പ് എന്ന സിനിമയുടെ കഥാകൃത്താണത്. അപ്പോൾ കുറുപ്പിനെ കുറിച്ച് നമ്മളെന്താണ് കേട്ടിട്ടുള്ളത്? കുറുപ്പിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് അതിക്രൂരനാണ് കുറുപ്പ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതുവരെ കുറുപ്പിനെ പിടിച്ചിട്ടില്ല. ഇപ്പോഴും കുറുപ്പ് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ കുറുപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കേട്ട കുറുപ്പ് ക്രൂരനാണെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമയിൽ നായകൻ നല്ലവനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഥയുടെ വ്യത്യാസം ഒന്നില്ലേ? അപ്പോൾ ഇതിലത്തെ കുറുപ്പ് നല്ലവനാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്രൂരനായിട്ടുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ കളങ്കാവിൽ അവതരിപ്പിക്കുന്നു പറയുമ്പോൾ തന്നെ അത് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കേട്ടിടത്തോളം സത്യസന്ധമാണ് ഈ റിപ്പോർട്ടെങ്കിൽ മമ്മൂട്ടി അതിക്രൂരനായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ അത്രയും ക്രൂരത വേണോ എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരടക്കം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അവിടെയാണ് നമ്മൾ പറയേണ്ടത്, മക്കളെ, മമ്മൂട്ടി അത്രയ്ക്കും മണ്ടനാണോ? മണ്ടനില്ലാത്ത ഒരു കയ്യിലിരിക്കുന്ന തൻ്റെ ആരാധകരെയും മറ്റുള്ളവരെയും നഷ്ടപ്പെടുത്തുമോ? പുതിയത് വാങ്ങാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കളങ്കാവലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തിയേറ്ററിലെ പ്രദർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.